ആതിര കഴിഞ്ഞ ജൂലൈ 19 ഷാർജയിലെ താമസ സ്ഥലത്ത് ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ അതുല്യ സതീഷിനെ കണ്ടെത്തുന്നത്. അന്ന് തന്നെ ഇത്തരത്തിൽ ഭർത്താവിൻ്റെ പീഡനം സഹിക്കവയ്യാതെയാണ് അതുല്യ ആത്മഹത്യ ചെയ്തത് എന്ന് ഒരു വിവരം ലഭിച്ചിരുന്നു. അതിനുശേഷം ഈ സതീഷിനെതിരെ കൊലക്കുറ്റം, അതുപോലെ തന്നെ ഗാർഹിക പീഡന, സ്ത്രീധന പീഡന നിരോധന വകുപ്പുകൾ പ്രകാരം കേസും രജിസ്റ്റർ ചെയ്തിരുന്നു. സതീഷിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. രാജ്യത്തെ ഏത് വിമാനത്താവളത്തിലും ഇയാൾ എത്തുകയാണെങ്കിൽ ഇയാളെ തടഞ്ഞു വെക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്യണം എന്നായിരുന്നു നിർദ്ദേശം. അതനുസരിച്ചാണ് ഇപ്പോൾ സതീഷ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റിലായിരിക്കുന്നത്. ഇന്ന് രാവിലെ ദുബായിൽ നിന്നുള്ള വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തിയ സതീഷിനെ എമിഗ്രേഷൻ വിഭാഗമാണ് തടഞ്ഞു വെച്ചത്. ഇത്തരത്തിൽ നേരത്തെ തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടക്കം നിർദ്ദേശം നൽകിയിരുന്നു. സതീഷ് എത്തുകയാണെങ്കിൽ തടഞ്ഞു വെക്കുകയും അവിടുത്തെ സ്ഥലത്തെ പ്രാദേശികമായിട്ടുള്ള ഏത് പോലീസ് സ്റ്റേഷനാണ് ഉള്ളത് അവിടേക്ക് വിവരം കൈമാറുകയും പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്യണം എന്ന് അറിയിപ്പ് നൽകിയിരുന്നു. നിലവിൽ ക്രൈംബ്രാഞ്ചാണ് അതുല്യയുടെ മരണം അന്വേഷിക്കുന്നത്. ആദ്യം പോലീസായിരുന്നു അന്വേഷിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഈ മരണത്തിൻ്റെ കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. നിലവിൽ വലിയതുറ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് സതീഷ് ഉള്ളത്. എമിഗ്രേഷൻ വിഭാഗം വലിയതുറ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് വലിയതുറ പോലീസ് വിമാനത്താവളത്തിലെത്തി സതീഷിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇനി പത്തനംതിട്ടയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം തിരുവനന്തപുരത്ത് എത്തുകയും ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിന് സതീഷിനെ കൈമാറുകയും ചെയ്യും. അതിനുശേഷം സതീഷിനെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ, ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യൽ ഇന്ന് തന്നെ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. അതുല്യയുടെ മരണത്തെ തുടർന്ന് ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വന്നപ്പോഴടക്കം വലിയ രീതിയിൽ മർദ്ദനമേറ്റതിൻ്റെ അടക്കം തെളിവുകൾ ഈ ഫോറൻസിക് റിപ്പോർട്ടിലുണ്ടായിരുന്നു. മാത്രമല്ല അതുല്യ പലപ്പോഴായി പങ്കുവച്ചതും പോസ്റ്റ് ചെയ്തതുമായ പല വീഡിയോകളിൽ നിന്നും സതീഷിൻ്റെ സ്വഭാവ വൈകൃതങ്ങൾ വളരെ വലിയ രീതിയിൽ തന്നെ എല്ലാവർക്കും വ്യക്തമാകുന്ന നിരവധി വീഡിയോ ദൃശ്യങ്ങൾ അതുല്യ പങ്കുവച്ചിരുന്നു. അതിൽ നിന്നും സതീഷിന് ഈ മരണത്തിലുള്ള പങ്ക് ഏറെക്കുറെ വ്യക്തമായതുമാണ്. ഇപ്പോൾ ഈ സംഭവം നടന്ന് ഏതാണ്ട് ഒരു മാസത്തോട് അടുക്കുമ്പോഴാണ് സതീഷ് നാട്ടിലേക്ക് എത്തുന്നത്. ദുബായിൽ നിന്നുള്ള വിമാനത്തിൽ ഇന്ന് രാവിലെയാണ് അയാൾ കേരളത്തിലേക്ക് മടങ്ങിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ ഇയാളെ തിരിച്ചറിഞ്ഞ് ഇമിഗ്രേഷൻ വിഭാഗം തടഞ്ഞു വെക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഇതിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ഒന്ന് കൊലപാതകം, അതായത് മനഃപൂർവ്വമുള്ള നരഹത്യാ കുറ്റം, അതുപോലെ തന്നെ ഗാർഹിക പീഡനം, സ്ത്രീ പീഡനം എന്നീ വകുപ്പുകളാണ് സതീഷിനെതിരെ ചുമത്തിയിട്ടുള്ളത്. സതീഷിൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെ ഇത്തരത്തിലൊരു പരാതി ഇനി നീളുമോ എന്നുള്ള കാര്യം അറിയാനുള്ളതേ ഉള്ളൂ. എന്തായാലും അതുല്യയുടെയും കുഞ്ഞിൻ്റെയും അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചത് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ്. അതിനുശേഷം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തുകയും ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതുല്യയ്ക്ക് മർദ്ദനമേറ്റതിൻ്റെ അടക്കം പാടുകൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതും ആ തെളിവുകളും അതോടൊപ്പം തന്നെ അതുല്യ പലപ്പോഴായി പല സാമൂഹിക മാധ്യമങ്ങളിലും അതുപോലെ തന്നെ വീട്ടുകാർക്കുമായി പങ്കുവച്ച പോസ്റ്റുകളും വീഡിയോ ദൃശ്യങ്ങളും, ശരീരമാസകലം പാടുകളേറ്റതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ അതുല്യ വീട്ടുകാർക്ക് അയച്ചു നൽകിയിരുന്നു. മുഖത്തും കവിളിലും അതുപോലെ തന്നെ കൈകാലുകളിലും പാടുകളേറ്റതിനെ മർദ്ദിച്ച് പാടുകളേറ്റതിൻ്റെ ദൃശ്യങ്ങൾ അതുല്യ വീട്ടുകാർക്ക് അയച്ചു നൽകിയിരുന്നു. അതുപോലെ തന്നെ സതീഷ് ഉപദ്രവിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു. ഇവയെല്ലാം തന്നെ തെളിവുകളായി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇനി കേസ് മുന്നോട്ട് പോവുക. സതീഷിനെ എന്തായാലും എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ വാങ്ങാനായിരിക്കും ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കം. ഇന്ന് തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും. അതിൻ്റെ ഭാഗമായി 11 മണിയോടുകൂടി ക്രൈംബ്രാഞ്ച്, പത്തനംതിട്ടയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം തിരുവനന്തപുരത്തേക്ക് എത്തും എന്നാണ് കരുതുന്നത്. ഏതാണ്ട് 11 മണിയോടുകൂടി തിരുവനന്തപുരത്തേക്ക് എത്തും. അതിനുശേഷം സതീഷിനെ തിരിച്ച് ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിൽ വാങ്ങുകയും പത്തനംതിട്ടയിലെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിക്കുകയും ചെയ്യും. അതിനുശേഷം ഏറെ വൈകിയാണെങ്കിൽ പോലും ചോദ്യം ചെയ്യൽ ഇന്ന് തന്നെ ആരംഭിക്കും എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ആതിര. ശരി, അതുല്യ ഷാർജയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ ഭർത്താവ് സതീഷിനെ അറസ്റ്റ് ചെയ്തു. രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് സതീഷിനെ കസ്റ്റഡിയിലെടുത്തത്.